പത്തനംതിട്ട ജില്ല. വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് ഈ ഫ്ലഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി. അപ്പം അത് നേരിട്ട് അസസ് ചെയ്യാനും മനസ്സിലാക്കുന്നതിനും വേണ്ടി കർഷകരെ എല്ലാവരെയും കാണാൻ പറ്റിയിട്ടില്ല, എല്ലായിടത്തും പോകാൻ പറ്റിയിട്ടില്ല. തിരുവല്ലയിൽ കുറച്ച് സ്ഥലങ്ങളിൽ പോയി, അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതാണ്. മീറ്റിങ്ങിലൂടെ ഓരോ നേരത്തെ പിയുടെ അടുത്തു നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾ 2 തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗം ഞങ്ങൾ കൂടിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട MLA-മാർ പലരും ഇതിൻ്റെ ഗൗരവതരമായ സാഹചര്യത്തെപ്പറ്റി നേരിട്ട് ഫോൺ മുഖാന്തരവും ഒക്കെ വിളിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിനുശേഷം തിരുവല്ലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചെറുതായി ഒരു മീറ്റിംഗ് നടന്ന് അവിടെയുള്ള പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഇന്ന് കലക്ട്രേറ്റിൽ വന്ന് വിപുലമായ ഒരു യോഗം ചേരുകയും ഇവിടെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചില നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ തീരുമാനമെടുത്താണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, കേരളത്തിൽ ഈ കഴിഞ്ഞ മഴക്കെടുതിയുടെ ഭാഗമായി, ഫ്ലഡിൻ്റെ ഭാഗമായി 129 കോടി രൂപയുടെ നഷ്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഈ നഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കേന്ദ്ര കൃഷി മന്ത്രിക്ക് കത്തെഴുതുകയും അടിയന്തര സഹായമായി 100 കോടി രൂപ നൽകണമെന്നും പ്ലസ് 10 കോടി രൂപ പുനർനടീൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് വേണ്ടി അടിയന്തര സഹായം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര മന്ത്രി, കൃഷിമന്ത്രിയായിട്ടുള്ള ശ്രീ ശിവരാജ് സിംഗ് ചൗഹാന് കത്തെഴുതിയത്. പ്രസ്തുത കത്തിൽ കേന്ദ്ര സംഘത്തെ കേരളത്തിലേക്ക് അയക്കണം എന്നുള്ള ആവശ്യവും ആ കത്തിൽ വെച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്, ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട് ഉൾപ്പെടെ, പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ, കോട്ടയം ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ കർഷകരുടെ മോട്ടോർ പമ്പ് സെറ്റുകൾ, അതിൻ്റെ ഷെഡുകൾ, അതിൻ്റെ തറകൾ, അതിൻ്റെ വൈദ്യുതി സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള നഷ്ടം സംഭവിക്കുകയുണ്ടായി. ഇത്തരം നഷ്ടം നികത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് എഞ്ചിനീയറുടെ, AEയുടെ നേതൃത്വത്തിൽ അസസ്മെന്റ് നടത്തി അത് മുഴുവൻ നഷ്ടം നികത്താൻ ആവശ്യമായ നടപടി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ വെർട്ടിക്കൽ ആക്സിൽ പമ്പ് ഉൾപ്പെടെ എല്ലാം അതിൻ്റെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ബണ്ടുകൾ ബലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്, ആവശ്യമായിടത്ത് ട്രാക്ടർ റോഡുകൾ, ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ഫണ്ടുകൾ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ്. ബണ്ടുകൾ ബലപ്പെടുത്താത്തതാണ് ഈ പ്രശ്നമുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം. കുട്ടനാട് പ്രത്യേകിച്ചു, തിരുവല്ലയിലും സമാനമായ സാഹചര്യമുണ്ട്. അപ്പം ബണ്ടുകളുടെ ബലപ്പെടുത്തലാണ് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. അതിനുള്ള നടപടികൾ എടുക്കുക. 2 രീതിയിലുള്ള കർഷകർ ഇവിടെ നേരിട്ടിട്ടുണ്ട്. ഒന്ന്, ഇൻഷുറൻസ് കവറേജ് ഉള്ള കർഷകരും ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്തതായ കർഷകരും.
ഇൻഷുറൻസ് കവറേജ് ഇല്ലാതെ പോയതിൻ്റെ അവർ ചെറിയ കർഷകർ ഇൻഷുറൻസ് സാധാരണ എടുക്കില്ല. മറ്റൊരു കാരണം കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കണ്ടതായിരിക്കുന്ന ഒരു പ്രശ്നം, ഡിജിറ്റൽ റീസർവേയുടെ പ്രവർത്തനം ഏകദേശം കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഭാഗമായി ഇവരുടെ അതിരുകളൊക്കെ ചെറിയ വ്യത്യാസം വന്നു. അപ്പോൾ ഇവർക്ക് നികുതി അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷുറൻസിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഇൻഷുർഡ് ചെയ്തിരിക്കുന്ന കർഷകർ, ഇവരുടെ നഷ്ടം, ഈ രണ്ട് നഷ്ടവും. അപ്പോൾ ഈ രണ്ട് നഷ്ടവും പരമാവധി പരിഹരിക്കും. ഇൻഷുറൻസിന് അതിൻ്റെ ബാക്കിംഗ് ഉണ്ടാവും. അല്ലാത്ത കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നടപടി സർക്കാർ തലത്തിൽ ആലോചിക്കും. എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് സർക്കാർ തലത്തിൽ ആലോചിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രീ മൺസൂൺ മുന്നൊരുക്ക പ്രവർത്തന മീറ്റിംഗ് സാധാരണഗതിയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ക്ലീൻനെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ ഫിറ്റ്നസ് അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന കുറേ മേഖലകളിലൂടെ നന്നായി പോകുന്നു. പക്ഷേ കൃഷി വകുപ്പും അതിൻ്റെ ഫ്ലഡ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ പ്രീ മൺസൂൺ മീറ്റിംഗിലെ പ്രധാനപ്പെട്ട ചർച്ചയാവാറില്ല. ആ ഒരു സാഹചര്യത്തിൽ കൃഷി വകുപ്പ് പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കുക. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട്, കൃഷി വകുപ്പ് മാത്രമല്ല, കൃഷി വകുപ്പ്, LSTD, റവന്യൂ വകുപ്പ്, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇത്രയും ഒന്നിച്ചുള്ള ഒരു മീറ്റിംഗ് ജില്ലാ കലക്ടർമാർ ചെയർ ചെയ്യണം. അത് ഡിസംബർ മാസത്തിൽ നടക്കണം. ആ ഡിസംബർ മാസത്തിൽ ചെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കനാലുകൾ വൃത്തിയാക്കൽ, നദികൾ ആവശ്യമുള്ളതായിരിക്കുന്ന അടിഞ്ഞുകൂടിയതായിരിക്കുന്ന മണ്ണും ചെളിയും നീക്കം ചെയ്ത് കുറച്ചുകൂടെ സൗകര്യപ്രദമാക്കൽ, ചെറിയ തോടുകൾ, ഇപ്പം വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ക്രമാനുഗതമായി ഉണ്ടാകേണ്ടതായിരിക്കുന്ന ക്യാരിയിങ് കപ്പാസിറ്റിയിൽ നിന്ന് കുറവുള്ള സ്ഥലങ്ങളിൽ ആ ക്യാരിയിങ് കപ്പാസിറ്റി നിലനിർത്താനുള്ള നടപടി ഉണ്ടാവണം. പിന്നെ തകർന്നു പോയതായിരിക്കുന്ന ഇടങ്ങളിൽ കനാലുകളും മറ്റു കാര്യങ്ങളും പൂർണ്ണതോതിലാക്കാനുള്ള നടപടികളും. ഇപ്പൊ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിനൊന്നും ഫണ്ടിന്റെ ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. അത് മുഴുവൻ നൽകാനുള്ള നടപടി സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഇതിൽ പോള നീക്കം ചെയ്യൽ ഉൾപ്പെടെ എല്ലാം വരും. ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ തിരുവനന്തപുരത്ത് സുപ്രധാനമായ ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിന് ശേഷം ഞാൻ പത്രക്കാരോട് സംസാരിച്ചിട്ടില്ല. ഞാൻ പത്തനംതിട്ട വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിൽ RBI ഉൾപ്പെടെ, നബാർഡ് ഉൾപ്പെടെ, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ മുഴുവൻ പ്രതിനിധികളും, സംസ്ഥാന സഹകരണ ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അഗ്രികൾച്ചറൽ ബാങ്കുകൾ, പാക്സുകൾ, കേരള ബാങ്ക് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും പ്രതിനിധികളുണ്ടായി, ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുണ്ടായി. സഹകരണ മന്ത്രി ശ്രീ M. ലിജുവും ആ മീറ്റിംഗിൽ പങ്കെടുത്തു. വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കർഷകരുടെ ലോണുകൾ അവരെ ബുദ്ധിമുട്ടാകാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ ആലോചിക്കുകയാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ വെള്ളപ്പൊക്കം നടന്നതായ സ്ഥലം മാപ്പ് ചെയ്ത് പ്രസിദ്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അത് കഴിഞ്ഞാൽ ജില്ലാ തലത്തിലുള്ള ദുരന്തമാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യോഗം ചേരും. സംസ്ഥാനതല ദുരന്തമാണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യോഗം ചേരും. എന്നിട്ട് ബാങ്കുകൾക്ക് റീസ്ട്രക്ചറിങ്, ലോണിന്റെ റീസ്ട്രക്ചറിങ്, 2 മൊറട്ടോറിയം വേണോ,
അവർക്ക് തിരിച്ചടവിന്റെ കാലദൈർഘ്യം വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെ എല്ലാ നടപടികളും അതിൽ ആവിഷ്കരിക്കും. അതിനുള്ള നിർദ്ദേശം RBI ഉൾപ്പെടെ SLBC ഉൾപ്പെടെയുള്ള മുഴുവൻ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇന്നലത്തെ മീറ്റിംഗിൽ നൽകി കഴിഞ്ഞു. KSDMAയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഇന്നലത്തെ മീറ്റിംഗിൽ ഉണ്ടായി. നാളെ മുഖ്യമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കൂടിയാലോചനകൾ മുഴുവൻ നടത്തുകയും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ പൂർണ്ണ പ്രൊട്ടക്ഷൻ ഉണ്ടാകാനുള്ള നടപടികളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കും. പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയതായ കൃഷിഭവനുകളുണ്ട്. ആ കൃഷിഭവനുകളെ പ്രത്യേക പരിരക്ഷ നൽകി സ്പെഷ്യൽ സ്കീമിൽ നബാർഡ് RIDF സ്കീമിൽ അത്തരം കൃഷിഭവനുകളെ പൂർണ്ണതോതിൽ ഒരു ഫ്ലഡ് വന്നാൽ ബാധിക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നബാർഡ് RIDF സ്കീം അതിനുള്ള ചർച്ചയും കഴിഞ്ഞു. പിന്നെ നേരത്തെ ഗവൺമെന്റ് എടുത്ത സുപ്രധാനമായ ഒരു തീരുമാനം, കാലാകാലമായിട്ടുള്ള കർഷകരുടെ ഡിമാൻഡാണ്, പ്രകൃതിക്ഷോഭത്തിൽ വിളനാശം സംഭവിക്കുമ്പോൾ ഈ വിളനാശത്തിന്റെ തോത് വർദ്ധിപ്പിക്കണം. നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് സ്കീമിന്റെ തോത് വർദ്ധിപ്പിക്കണം. 25% ആണ് ഗവൺമെന്റ് വർദ്ധിപ്പിച്ചത്. വളരെ ആശ്വാസകരമായൊരു നിലപാടാണ്. 25% വർദ്ധിപ്പിച്ചത്. 2, ലോൺ എടുക്കുന്ന സമയത്ത് കർഷകർക്ക് പുനർനടിയിൽ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ വിത്ത്, പുനർനടിയിൽ വസ്തുക്കൾ പൂർണ്ണമായും കൃഷി വകുപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുക. പുനർകൃഷിക്ക് വേണ്ട വിത്ത്, പുനർനടിയിൽ വസ്തുക്കൾ ഉൾപ്പെടെ നൽകും.